ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഈ ഒരു പുസ്തകം അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ ഒരു പുസ്തകം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. സംസ്കൃത ശ്ലോകവും മലയാള പരിഭാഷയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഗീത പ്രസ് ഖോരജ്പൂർ എന്നാണ് ഈ ബുക്ക് വിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നതാ ഇവിടെ വിളക്ക് കത്തിച്ച് രാവിലെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്ന് എനിക്ക് അറിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ പാർത്ഥസാരഥി അർജുനന് കൊടുത്തിട്ടുള്ള ഗീതോപദേശമാണത്, അല്ലേ? ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. നമുക്കുള്ള ഓരോ മെസ്സേജും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്കൊരു വഴി കാണിച്ചു തരണേ, എനിക്ക് മുന്നോട്ട് പോകാൻ ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നാണ് ഭഗവാൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇതിലൊരു പേജ് തുറന്ന് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഭഗവാൻ കാണിച്ചു തരും. എനിക്ക് ഇതുവരെയും എൻ്റെ ഭഗവാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നീ ഏത് വഴിക്കാണ് പോകേണ്ടത്, എന്താണ് ഡിസിഷൻ നീ എടുക്കേണ്ടത്, എന്താണ് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടത്, നിൻ്റെ ബിസിനസ് തുടങ്ങാവട്ടെ, സ്കൂളിലാകട്ടെ, നീ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് എൻ്റെ ദൈവം എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളിലൂടെ. നിങ്ങൾ ലൈഫിൽ എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന മൊമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് കയ്യിലെടുക്കൂ. നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കൂ. ഇല്ല എങ്കിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. വളരെ യൂസ്ഫുൾ ആണ്. എന്നോട് ഈ ഒരു മൊമെൻറ്റിൽ, ഞാൻ വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മൊമെൻറ്റിൽ ദൈവം എന്നോട് പറഞ്ഞപ്പം ഞാൻ അങ്ങനെ അതേ സ്പോട്ടിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.